എന്ന് നമുക്ക് തോന്നും. മനസ്സിലായോ? അപ്പൊ ഒന്നും ലോങ് റണ്ണിലേക്കല്ല, ഒന്നും ശാശ്വതമല്ല, എല്ലാം കുറച്ച് നാളത്തേക്കാണ്. ഇങ്ങനെ ഓരോ ഇൻസിഡൻസ് ഓരോ കാര്യങ്ങൾ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ലൈഫ്. അതുകൊണ്ട് വരാനുള്ളതൊക്കെ ഇങ്ങനെ വരട്ടെ. ഓക്കെ, നമ്മൾ അതിനൊക്കെ അതിജീവിക്കുകയും അതുപോലെ തന്നെ എന്താ പറയാ, നമ്മൾ പ്രസന്റ് ഇപ്പൊ ഞാൻ ഈ ഇരിക്കുന്ന ഈ പ്രസന്റ്, അതുപോലെ നിങ്ങളും ഈ റീല് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രസന്റ് മൊമെന്റ്, നിങ്ങൾ ആ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക. അല്ലാണ്ട് ചിലർ പാസ്റ്റിൽ ജീവിക്കുന്നവരുണ്ട്. ഇതൊക്കെ പോട്ടെ, നമ്മൾ പാസ്റ്റിൽ പല തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ കുറ്റബോധം ഇനി വേണ്ട, അതിനി നമ്മൾ ആവർത്തിക്കാണ്ടിരുന്നാൽ മതി. അപ്പൊ നമ്മുടെ ലൈഫിൽ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ബാക്കിയുള്ള ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവാം. അതുപോലെ പ്രസന്റിൽ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോഴത്തെ ഹാപ്പിനെസ്, ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം വലിയ വലിയ കാര്യങ്ങൾ മാത്രം നമ്മൾ സന്തോഷവാനാവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോൾ സന്തോഷിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. മനസ്സിലായി? അപ്പൊ ചെറിയ കാര്യങ്ങൾ സന്തോഷവാനായിട്ടിരിക്കുക, സന്തോഷവതിയായിട്ടിരിക്കുക. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, ഒരു ദിവസം കിട്ടിയാൽ തന്നെ അതിനെ ഗ്രേറ്റ്ഫുൾ ആക്കി എടുക്കുക. നമുക്ക് ഇന്നൊരു ദിവസം കിട്ടി, ഓക്കെ, അതിന് ഗ്രേറ്റ്ഫുൾ ആണ്, ഇതൊക്കെ പറയുക. ഇതിനൊക്കെ നന്ദിയുള്ളവനായിട്ടിരിക്കുക, നന്ദിയുള്ളവരാവുക. ഓക്കെ, ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ ഇത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ റീല് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒന്ന് ചിന്തിച്ചു നോക്കുക. ഓക്കെ.